നമസ്കാരം. വ്യക്തികൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാവാം. അഭിപ്രായങ്ങളിൽ, ആശയങ്ങളിൽ, രാഷ്ട്രീയപരമായ ചായ്വുകളിൽ, ജാതിയിൽ, മതത്തിൽ, ബൗദ്ധികമായ നിലവാരത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാം. അതും ഇന്ത്യ പോലത്തെ വളരെ വലിയൊരു രാജ്യത്തിൽ ഈ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം പ്രകടമായിരിക്കും. അത് വളരെ വൈഡായിരിക്കുകയും ചെയ്യും. പക്ഷേ എത്ര വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാവരും, എല്ലാ വ്യക്തികളും ഉറച്ചു നിൽക്കേണ്ട ചില ആശയങ്ങളുണ്ട്. ഒരിക്കലും വിട്ടുപോകാതെ നമ്മളോട് ചേർത്ത് പിടിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ ബാക്കി എല്ലാ വ്യത്യാസങ്ങളും അപ്രസക്തമാകുന്നു. ആ വ്യത്യാസങ്ങൾ ഇല്ലാതാകുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു ആശയം അല്ലെങ്കിൽ ഇത്തരം ചില ആശയങ്ങൾ ആ വ്യത്യാസങ്ങളെക്കാളൊക്കെ ഉപരി നിലനിർത്തേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം അങ്ങനെ ഒരു കാര്യമാണ്. ജനാധിപത്യത്തിലുള്ള വിശ്വാസം അങ്ങനെ ഒരു കാര്യമാണ്. മനുഷ്യത്വം എന്നുള്ളത് അങ്ങനെ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാവിധ വ്യത്യാസങ്ങളുടെയും ഉപരി നിൽത്തേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ഇത് ആപ്ലിക്കബിൾ ആണ്. ഇത് മെറിറ്റോക്രസി എന്നുള്ളതാണ്. ഒരാളുടെ കഴിവിനെ അടിസ്ഥാനമാക്കി മാത്രമായിരിക്കണം അയാൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഉണ്ടാകേണ്ടത്. കഴിവല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് സ്ഥാനങ്ങളോ നേട്ടങ്ങളോ പദവികളോ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സോ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ദ കോർ പ്രിൻസിപ്പിൾ ഓഫ് മെറിറ്റോക്രസി ഈസ് ബീങ് ഡയല്യൂട്ടഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് എനി ഡയല്യൂഷൻ ഓഫ് മെറിറ്റോക്രസി, വാട്ട് എവർ ബി ദ റീസൺ അസ്ക്രൈബ് ടു ഇറ്റ്, ഇസ് എ ഡേഞ്ചർ, ഇസ് നോട്ട് എ ഗുഡ് തിങ്. ഇറ്റ് ഈസ് വൺ തിങ് ദാറ്റ് വി ഓൾ മസ്റ്റ് സ്റ്റാൻഡ് ടുഗദർ ടു സ്റ്റോപ്പ് ഓർ ടു ചെക്ക്, ടു കീപ്പ് ഇൻ ചെക്ക്, അല്ലേ? ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് നമുക്ക് ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയും. ഇന്ത്യയിലും കേരളവും എല്ലായിടത്തും യുവജനങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മെറിറ്റോക്രസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്ന അത്തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. വിശദമായിട്ട് പറയുന്നില്ല. നമ്പർ 1, കറപ്ഷൻ, അഴിമതി. ജോലി സ്ഥലങ്ങളിലേക്കും പരീക്ഷകളിലുമെല്ലാം നടക്കുന്ന അഴിമതി മെറിറ്റോക്രസിയെ വല്ലാതെ ഡയല്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന നീറ്റ് വിവാദം നമ്മൾ കണ്ടതാണ്. ഞാൻ 2 കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയതാണ്. നീറ്റെല്ലാം പണ്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നാളത്തെ പ്രിപ്പറേഷൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വളരെ ഹൈ പ്രൊഫൈൽ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നത്. അവിടെ നമ്മൾ ആ സിസ്റ്റത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളിത് എഴുതുന്നത്. എന്നാൽ അവിടെ തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ മെറിറ്റോക്രസി ഡയല്യൂട്ട് ആകുന്നു എന്നാണ് പറയാനുള്ളത്. അവിടെ നമ്മൾക്ക് എന്ത് നീതിയാണ് അവിടെ പ്രതീക്ഷിക്കാൻ കഴിയുക? അവിടെ അതിൽ വിശ്വസിച്ച് അതിൽ എഴുതിയവരെ മണ്ടന്മാരാക്കുന്ന ഒരു പരിപാടിയല്ലേ. അപ്പോൾ പല എക്സാമുകളും ഇപ്പോൾ ഇത് റീസെൻ്റ്ലി കണ്ടു. സോ കറപ്ഷൻ ഏത് രീതിയിലുള്ളതാണെങ്കിലും ഏത് എക്സ്റ്റെൻറ്റിലുള്ളതാണെങ്കിലും വി ഓൾ മസ്റ്റ് സ്റ്റാൻഡ് ടുഗദർ ടു സ്റ്റോപ്പ് ഇറ്റ്. അതിനെതിരെ അഭിപ്രായം കൊണ്ടെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. അവിടെ നമ്മുടെ രാഷ്ട്രീയപരമായ ചായ്വ് ഒന്നും ബാധകമല്ല. അവിടെ നമ്മൾ അതിനെ ന്യായീകരിക്കാൻ നിന്നാൽ, അതിനെ എതിർക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയും നമ്മുടെ സമൂഹത്തോട് തന്നെയും നമ്മുടെ വരും തലമുറകളോടും നമ്മളോട് തന്നെയും ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും ഇത്. സോ കറപ്ഷൻ നമ്പർ 1. നമ്പർ 2, നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം. ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാതെ ഏതെങ്കിലും രീതിയിൽ ജാതിപരമായോ മതപരമായോ പാർട്ടിപരമായോ തങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ജോലിയിലും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും സ്പെഷ്യൽ പ്രിവിലേജ് നൽകുന്ന രീതി. ഇത് ഇന്ന് വളരെ കോമൺ ആയിട്ട് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമുക്കറിയാം. പല രീതിയിലും കൂടുതലിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിലും പത്രങ്ങൾ വായിക്കുന്ന സാധാരണ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും സ്വജനപക്ഷപാതം ഇന്ന് ഏത് അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നതെന്ന്. ഇതിനെ പാർട്ടിവൽക്കരണം എന്നും വേണമെങ്കിൽ പറയാം. പാർട്ടിയിൽ ഒന്നും പെടാത്ത സാധാരണക്കാരന് ഇവിടെ അവസരങ്ങൾ പലയിടത്തും വളരെ കുറവാണ്. പാർട്ടി വഴിയാണ് പല നിയമനങ്ങളും പലയിടത്തും നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നെപ്പോട്ടിസം, പാർട്ടിവൽക്കരണം തുടങ്ങിയ കാര്യങ്ങൾ മെറിറ്റോക്രസിയെ വല്ലാതെ ഡയല്യൂട്ട് ചെയ്തു. 3ാമത്, എല്ലാ പരിധിയും കഴിഞ്ഞു പോകുന്ന റിസർവേഷൻ. ഇപ്പോൾ അടുത്തിടെ ബീഹാറിലാണെന്ന് തോന്നുന്നു ഒരു സംസ്ഥാനത്ത് റിസർവേഷൻ 50% മുകളിലാക്കിയത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അതൊരു നല്ല തീരുമാനമാണ്. റിസർവേഷൻ എന്നുള്ള ആശയം നല്ലതാണ്. പക്ഷേ അതിന് ചില പരിധികളും ചില ക്രൈറ്റീരിയകളും ഒക്കെ ഉണ്ട്. ആ എല്ലാ പരിധികളെയും ക്രൈറ്റീരിയകളെയും മറികടന്നത് കടന്നു പോകുമ്പോൾ അത് മെറിറ്റോക്രസിക്ക് എഗെയിൻസ്റ്റ് ആകുന്നു. ഇതിനെക്കുറിച്ച്, ജാതീയതയെക്കുറിച്ചും ജാതി റിസർവേഷനെക്കുറിച്ചുമെല്ലാം വിശദമായിട്ട് ഭാവിയിൽ വേറൊരു വീഡിയോ ചെയ്യാം. എങ്കിലും ദാറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദ കോർ കൺസെപ്റ്റ് ഓഫ് മെറിറ്റോക്രസി എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ വെള്ളാനകൾ നമ്മൾ ഒരു ജോലിയും വേണ്ട രീതിയിൽ ചെയ്യാതെ, അക്കൗണ്ടബിലിറ്റി ഒട്ടുമില്ലാതെ ടാക്സ് പേയേഴ്സ് മണി കൊണ്ട് സസ്റ്റെയിൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും അത് മെറിറ്റോക്രസിക്ക് എഗെയിൻസ്റ്റ് ആണ്, അല്ലേ? അവിടെ ഞാൻ വ്യക്തിഗതമായ വിവാദങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. എങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ യു മൈ നോട്ട് ബി റോങ്. ഹൈ പ്രൊഫൈൽ പദവികളെത്താൻ അവിടെ യാതൊരുവിധ അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ കുറച്ചുനാൾ ജോലി ചെയ്ത് അതിനുശേഷം ആജീവനാന്ത പെൻഷൻ മേടിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ചില പൊസിഷൻസൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ രാജ്യവും സംസ്ഥാനവും എല്ലാം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ഇത്തരത്തിലുള്ള വെള്ളാനകളെ നമ്മൾ എന്തിന് സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട്. പലയിടത്തും എന്ന പോലെ ഇവിടെയും ഒരു കഴുതയുടെ പടമില്ലേ, കഴുത ഒരൊറ്റ മതിലിന് മുകളിൽ കയറി നിൽക്കുന്ന ഒരു കഴുത. ആ കഴുതയെ നമുക്ക് താഴെ ഇറക്കണം. പക്ഷെ അതിനേക്കാൾ മുമ്പ് ഈ കഴുത എങ്ങനെ അവിടെ എത്തി എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. അതുപോലെ
ഇത്തരത്തിലുള്ള വിചിത്രമായ രീതികളും സിസ്റ്റങ്ങളും നിയമങ്ങളും എങ്ങനെ ഹൗ ഡിഡ് ഇറ്റ് കം ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും മനസ്സിൽ പലപ്പോഴും വരാറുണ്ട്, ഉത്തരം അറിയില്ല. അപ്പോൾ ഏതൊരു ജോലിക്കാണെങ്കിലും അക്കൗണ്ടബിലിറ്റി വേണം. പിന്നെ അനൗദ്യോഗികമായ നിയമന നിയന്ത്രണം ഒരു തരത്തിൽ മെറിറ്റോക്രസിക്കെതിരെയുള്ള ഒരു കാര്യമാണ്. പരീക്ഷയെല്ലാം പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് പോലും ഔദ്യോഗികവും അനൗദ്യോഗികവുമായ രീതിയിൽ നിയമനം നിഷേധിക്കുന്ന ഒരു രീതി, ഇതൊട്ടും ഭൂഷണമല്ല. എങ്കിൽ പിന്നെ എന്തിനാണ് സാർ പരീക്ഷ നടത്തിയത്? പോസ്റ്റുകളില്ലെങ്കിൽ വേക്കൻസികളില്ലെങ്കിൽ പരീക്ഷ നടത്താതിരിക്കാമായിരുന്നല്ലോ. പിന്നെ എന്തിനായിരുന്നു ഈ പ്രഹസനം? എന്ത് പ്രഹസനമാണ് സജി എന്ന് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഓർമ്മ വരുന്നത്. നോൺ റിപ്പോർട്ടിംഗ് ഓഫ് വേക്കൻസീസ് കാരണവും പിന്നെ ഉള്ള വേക്കൻസീസ് താൽക്കാലിക നിയമനം വഴി നികത്തുന്നതും ഒക്കെ മെറിറ്റോക്രസിക്കെതിരായ കാര്യമാണ്. ഈ താൽക്കാലിക നിയമനങ്ങളിൽ നമുക്ക് ഇന്റർവ്യൂ എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. സർട്ടിഫിക്കറ്റ്സ് എല്ലാം നോക്കുമെങ്കിലും ഇന്റർവ്യൂവിന് വലിയ ഘടകമുണ്ട്. ഇന്റർവ്യൂകൾ എത്രത്തോളം ഒബ്ജക്റ്റീവായിട്ട് നടത്തപ്പെടും, ഒരു രീതിയിലുള്ള ബയാസുകളും ഇല്ലാതെ പക്ഷപാതങ്ങളും ഇല്ലാതെ എത്രത്തോളം ഇന്റർവ്യൂ നടത്തപ്പെടും എന്നുള്ളത് ചിന്തനീയമാണ്. സോ അതൊരു എമർജൻസി മെഷറായിട്ട് നമുക്ക് താൽക്കാലിക റിക്രൂട്ടിംഗ് ഉപയോഗിക്കാം. പക്ഷെ ഒരിക്കലും ഒരു പ്രോപ്പർ ലിസ്റ്റിൽ നിന്ന് വേക്കൻസീസ് ജോലികൾ കൊടുക്കുന്നതിന് പകരമാകില്ല. ഉള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, ഇതെല്ലാം മെറിറ്റോക്രസിക്ക് എതിരാണ്. ഒരുപാട് യുവജനങ്ങൾ ഇതിൻ്റെയൊക്കെ ദൂഷ്യം അനുഭവിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ റെക്കമെൻഡേഷൻ, വി ഐ പി കൾച്ചറിൻ്റെ ഭാഗമായിട്ടും പാർട്ടി റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടും പല രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് അവിടെയും മെറിറ്റോക്രസി ഡയല്യൂട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അഴിമതിയാണെങ്കിലും സ്വജനപക്ഷപാതമാണെങ്കിലും പാർട്ടിവൽക്കരണമാണെങ്കിലും റെക്കമെൻഡേഷൻസ് ആണെങ്കിലും നോൺ റിപ്പോർട്ടിംഗ് ആണെങ്കിലും പലവിധ കാരണങ്ങൾ പറഞ്ഞുള്ള ഔദ്യോഗിക അനൗദ്യോഗിക നിയമന നിയന്ത്രണങ്ങളാണെങ്കിലും ഇവിടെയെല്ലാം യുവജനങ്ങളാണ് സഫർ ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ട്. നമ്മുടെ നാട്ടിൽ ഓൾറെഡി ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു ഡിഫിക്കൽട്ട് സിസ്റ്റത്തിൽ കൂടി കടന്നു വന്ന് എക്സാം എഴുതി പാസ്സായി ജോലിക്ക് കാത്തു നിന്നിട്ടും ജോലി കിട്ടാത്തതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ റീസെൻ്റ്ലി കണ്ടു. CPO റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ എന്നാണ് സംഭവിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ലിസ്റ്റിൽ നിയമനമില്ല എന്ന് കേൾക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ, ഇവിടെയും വർക്കിംഗ് അവേഴ്സിലെ ഡിഫറൻസ് പോലത്തെ പല കാര്യങ്ങളാണ് ഇതിന് ടെക്നിക്കൽ റീസൺ ആയിട്ട് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു റീസൺ ആണോ? പിന്നെ എന്തിന് എക്സാം നടത്തി? നോൺ റിപ്പോർട്ടിങ്ങിന് എന്ത് റീസൺ എന്ന് പറയുക? അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ, നമ്മുടെ പാർട്ടി ഭരിക്കുന്നു, കേന്ദ്രത്തിലോ കേരളത്തിലോ എവിടെയെങ്കിലും ആവട്ടെ, നമ്മുടെ പാർട്ടി ഭരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ ന്യായീകരിക്കാൻ എന്നാൽ ഇവൻച്വലി വി വിൽ ബി ദ ലൂസേഴ്സ്. സോ ഇവിടെയെല്ലാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബാക്കി എല്ലാ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചിട്ടും അഴിമതിക്കെതിരെയും ബാക്കി ഇത്തരത്തിലുള്ള we have to stand against anything that goes against the concept of meritocracy. മെറിറ്റോക്രസി എന്നുള്ളത് നമ്മുടെ രക്ഷയാണ്. ധർമ്മോ രക്ഷിത രക്ഷിത എന്ന് പറയില്ലേ? നമ്മളെല്ലാം രക്ഷിക്കുന്ന മെറിറ്റോക്രസിക്ക് എതിരെയുള്ള എല്ലാ അറ്റാക്കിനെയും നമ്മൾ ചെറുത്ത് നിൽക്കണം. അതിൻ്റെ എല്ലാം മെറിറ്റോക്രസി എന്നുള്ള വലിയ കൺസെപ്റ്റിനെ, ജനാധിപത്യം എന്ന പോലെ തന്നെ മെറിറ്റോക്രസി എന്ന വലിയ കൺസെപ്റ്റിൻ്റെ കാവലാളുകളാവാൻ